ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് റവ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കാൻ നമുക്ക് ഓവനോ ബീറ്ററോ അതുപോലെ എഗ്ഗോ മൈദയോ ഒന്നും വേണ്ട. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നല്ല ടേസ്റ്റിയും നല്ല സോഫ്റ്റൊക്കെ ആയിട്ടുള്ളൊരു കേക്കും കൂടെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ ഒരു വീഡിയോ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇനി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 250 ഗ്രാം വരും ഈ ഒരു കപ്പ് എന്ന് പറഞ്ഞത്. അത് ഞാനൊരു ബൗളിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് പൊടിച്ചിട്ടുള്ള പഞ്ചസാരയാണ്. പൊടിച്ചതിന് ശേഷം 1/2 കപ്പ് കേട്ടോ, അതങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം, അതുകൊണ്ടാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു ഷുഗറൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ ഇതുപോലെ. ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. ഈ സൺഫ്ലവർ ഓയിലിന് പകരം നമുക്ക് ബട്ടറും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴും ഒരു 1/4 കപ്പ് എടുത്താൽ മതി. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം വനിലേൻ്റെ എസൻസ് ആണ്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പോളം പാലാണ് കേട്ടോ. അപ്പോൾ ഞാൻ പാല് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം തണുത്ത് വന്നതിന് ശേഷമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് തണുപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കിത് എന്ത് ചെയ്യണം, ഒരു 30 മിനിറ്റ് എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. എന്താ വെച്ചാൽ നമ്മളിതിൽ റവ അല്ല യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ടൈം അതൊന്ന് കുതിർന്ന് വരാനായിട്ടാണ് ഒരു 30 മിനിറ്റ് വെക്കുന്നത്. 30 ഇല്ലാന്നുണ്ടെങ്കിലും ഏകദേശം ഒരു 20 മിനിറ്റ് എങ്കിലും വെക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ഒരു കേക്ക് ചുട്ടെടുക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് പാൽ എന്തെങ്കിലും കുറവായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എന്താ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, കുറച്ചും കൂടി പാലങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അധികം ആവണ്ട, കുറച്ച് ശേഷം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് അപ്പം ഞാൻ ഈ ഒരു കാണിക്കുന്ന ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ഈ ഒരു ലെവലിൽ എടുത്താൽ മതി. ഞാൻ പറഞ്ഞ അളവിൽ കറക്റ്റായിട്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ ആ ഒരു പാൽ തന്നെ ആവശ്യമായിട്ട് വരുള്ളൂ കേട്ടോ. അതിൽ കൂടുതലായിട്ടൊന്നും വരില്ല. ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുന്നേ. ഇപ്പോൾ അതാ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 30 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഒന്ന് മൂടി വെക്കാം കേട്ടോ. ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് എടുത്തിട്ട് എങ്ങനെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇതാ ഒരു 30 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. റവ ഒക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു 1/2 കപ്പ് തൈരാണ് കേട്ടോ. അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഫ്രിഡ്ജിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇത് നമ്മൾ ആ ഒരു 30 മിനിറ്റ് ഒക്കെ വെച്ചില്ല, ആ ഒരു ടൈമിന് മുമ്പ് തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ട് അതിൻ്റെ തണുപ്പൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ആ തണുപ്പോട് കൂടിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യരുത് ഒരിക്കലും. അതിനാവുമ്പോൾ നമ്മുടെ കേക്ക് പൊങ്ങിയിട്ടൊന്നും വരില്ല. ആ തണുപ്പ് കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്നും അങ്ങ് ഉടയണ പോലെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാവുക. ഈ നമ്മൾ ഏതിലാണോ ബേക്ക് ചെയ്തെടുക്കുന്നത് ആ ഒരു ടിന്നെടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ റൗണ്ടിലുള്ളൊരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ താഴ്ഭാഗത്ത് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യാം, ഒരു ബട്ടർ പേപ്പറും കൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലും ഒന്ന് ഓയിൽ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ സൈഡിലൊക്കെ ഒന്ന് ഇതുപോലെ ഓയിലൊന്ന് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിന് ശേഷം നമുക്കതിലേക്ക് ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി എന്ത് ചെയ്യാം, നമുക്കിത് അതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുള്ളിൽ എയർ ബബിൾസ് എന്തെങ്കിലുമൊക്കെ കുടുങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പോകാനും കൂടെ വേണ്ടിയിട്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം.
അപ്പോൾ ഞാൻ ഇവിടെ ഒരു കുക്കർ ഒരു 10 മിനിറ്റ് ആയിട്ടൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ ഓവനൊക്കെ ഒന്ന് ചൂടാവാൻ വെക്കൂലേ 10 മിനിറ്റ് മുമ്പേ, അതുപോലെ തന്നെ ഞാൻ ഈ ഒരു കുക്കർ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ കാണിക്കാതിരുന്നത്. എന്നിട്ട് അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ഈ ഒരു കേക്ക് ടീന് പതുക്കെ അങ്ങ് വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ സൈഡൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം, എന്താ വെച്ചാൽ കൈ തട്ടുമ്പോൾ നല്ല ചൂടുണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പതുക്കെ അങ്ങ് വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതങ്ങ് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ വെക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരിക്കലും അതിൻ്റെ ആ ഒരു വെയിറ്റ് ഒന്നും വെക്കാൻ പാടില്ല കേട്ടോ. വെയിറ്റ് ഒന്നും ഇല്ലാതെയാണ് നമ്മളിത് വെക്കുന്നത്. ഇനി ഇതൊരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ആ ഒരു ടൈം കൊണ്ട് തന്നെ ഇത് ബേക്കായിട്ട് വരും. അപ്പോൾ ഓരോ ഫ്ലെയിമിനനുസരിച്ചിട്ടാണ് കേട്ടോ ഈ ബേക്ക് ആവുന്നതൊക്കെ. അപ്പോൾ ഇത് ഏകദേശം ഒരു 30 മിനിറ്റ് കൊണ്ട് തന്നെ ആവും. എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിലേ വെക്കാൻ പാടുള്ളൂ, ഫുൾ ഫ്ലെയിമിലൊന്നും വെക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 30 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ആയി വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഞാൻ ഫ്ലെയിം ഒന്നും ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ സൈഡൊക്കെ നിന്ന് കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് നോക്കാം. ഇപ്പോൾ അതിലൊന്നും സ്റ്റിക്കായിട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു 30 മിനിറ്റ് കൊണ്ട് നമ്മുടെ കേക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ ബേക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുത്ത് വരട്ടെ, അതിന് ശേഷം നമുക്ക് ഇതിന്നെടുക്കാം. അല്ലെങ്കിൽ നല്ല ചൂടാവും. അപ്പോൾ ഇതൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിന്നെടുക്കാം. അപ്പോൾ അത് തണുത്ത് വന്നതിന് ശേഷം എന്നാലും കുറഞ്ഞൊരു ചൂടൊക്കെ ഉണ്ട് കേട്ടോ, എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലോട്ട് അങ്ങ് കമഴ്ത്തിയിട്ട് അങ്ങ് എടുക്കാം. ഈ പതുക്കെ അങ്ങ് പൊക്കിയെടുത്താൽ മതി കേട്ടോ. ഇനി അതിൻ്റെ ബാക്കിലുള്ള ആ ഒരു ബട്ടർ പേപ്പർ ഉണ്ടല്ലോ അതങ്ങ് എടുത്ത് മാറ്റാം. അപ്പോൾ അതാ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ ഒന്നങ്ങ് കട്ട് ചെയ്ത് നോക്കാം. ആണല്ലേ, പെട്ടെന്ന് തന്നെ അങ്ങ് കട്ടായിട്ട് പോരുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൽ മൈദ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, അതുപോലെ ബീറ്ററൊന്നും നമുക്ക് തയ്യാറാക്കി എടുക്കാൻ ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. ആണല്ലേ, നല്ല സോഫ്റ്റാണ്, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിത് വൈകുന്നേരത്തൊക്കെ ചായൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആയിട്ടും കൂടി ഇതിന് യൂസ് ചെയ്യാം കേട്ടോ ഈ ഒരു കേക്കിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ന്യൂ വെറൈറ്റി റെസിപ്പീസുമായി വരുന്നവരേക്കും ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.